എഴുത്തുകാരെ ഇങ്ങനെ താരപ്പെടുത്തേണ്ട കാര്യമില്ല, ആവശ്യമില്ല. അതിന് നാം തുനിയുകയും ചെയ്യരുത്. കാരണം ഓരോ എഴുത്തുകാരനും അവരുടേതായ ചില സവിശേഷതകളും പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. എഴുത്തുകാരെ താരതമ്യം ചെയ്യരുതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ UK കുമാരൻ. ജ്യോതിഷ പണ്ഡിതൻ ബേപ്പൂർ മുരളീധര പണിക്കരുടെ 90ാമത് പുസ്തകം ഓർമ്മയിലെ ഓളങ്ങൾ എന്ന നോവൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ പ്രമുഖ തറവാട് കുടുംബത്തിൽ ജനിച്ച് എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഗീത ജോലി ലഭിച്ചതിനെ തുടർന്നാണ് വയനാട്ടിൽ എത്തിയത്. മരുതമല ആദിവാസി മേഖലയിലെ സ്കൂളിലായിരുന്നു നിയമനം. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസം പകരുന്ന ഗീതയുടെ ജീവിതത്തിലൂടെ ഒട്ടേറെ പേർ കടന്നുവരുന്നതാണ് നോവലിൻ്റെ ഇതിവൃത്തം. ഹോട്ടൽ അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ UK കുമാരൻ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ MP പത്മനാഭന് പുസ്തകം നൽകി പ്രകാശനം ചെയ്തു. തനിക്ക് നിയുക്തമായ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ സാഹിത്യ പ്രവർത്തനം ഏറെ ആത്മാർത്ഥതയോടുകൂടി നടത്തുന്ന ഒരു എഴുത്തുകാരനാണ് മുരളീധര പണിക്കർ. ഒരു ജീവിതത്തെ ഏറ്റവും സത്യസന്ധമായി തന്നെ അവതരിപ്പിക്കുവാൻ പണിക്കർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം ഉയർത്തി കാട്ടുക എന്നാണ് ഈ നോവലിൻ്റെ പ്രഥമ ലക്ഷ്യം. അപ്പോൾ വിദ്യാഭ്യാസത്തോടെ അതായത് ആളുകൾക്കും ഒരു മാറ്റം വരുത്താനും നമ്മുടെ ഈ രാജ്യം തന്നെ ഭരിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസം എല്ലാത്തിനും അതായത് വിദ്യാഭ്യാസം പറയാൻ കാരണം അതിനെ വിദ്യാഭ്യാസത്തിന് മാത്രമായിട്ട് ഊന്നിക്കൊള്ളായിരിക്കുന്ന ഒരു വിഷയമാണ് ഈ നോവൽ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ നവാസ് പുന്നൂർ അധ്യക്ഷത വഹിച്ചു. ലിബി അക്ബർ, EM രാജാമണി, അജീഷ് അന്തോളി, M ഗോകുൽദാസ്, MK വിനോദ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലിബി പബ്ലിക്കേഷൻസാണ് പ്രസാധകർ. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്.